വലിയവൻ. തന്നിടം വാർത്തകൾ വായിക്കുന്ന ജനസേവകൻ തോട്ടപ്പള്ളി. കേരളത്തിലെ ബ്യൂറോക്രസി എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥ കൂട്ടം. ഉദ്യോഗ പവർ കാണിക്കുന്നത് കാര്യസാധ്യത്തിനായി വരുന്ന പൊതുജനങ്ങളുടെ നേർത്താണ്. പക്ഷേ അവർക്ക് തെറ്റി. ഉദ്യോഗ പവർ എന്ന് വെച്ചാൽ കീഴുദ്യോഗസ്ഥരോട് കാണിക്കേണ്ട ആജ്ഞാശക്തി അവർ കാണിക്കുന്നില്ല. മിക്ക ഓഫീസുകളിലും കീഴുദ്യോഗസ്ഥൻ്റെ തോളെ കൈയിട്ടാണ് മേലുദ്യോഗസ്ഥൻ നടക്കുന്നത്. ഓരോ ഉദ്യോഗസ്ഥനും ചെയ്യേണ്ട ജോലികളെക്കുറിച്ച് സർക്കാർ മാനുവലിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭരണസ്ഥിരാ കേന്ദ്രമായ കളക്ടറേറ്റിലോ തഹസിൽദാർ ഓഫീസിലോ മറ്റുള്ള ഓഫീസിലോ ചെന്ന് നോക്കൂ. ഓഫീസും പരിസരവും വൃത്തിയില്ലായ്മയുടെ ഉദാഹരണങ്ങളാണ്. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനെ കൊണ്ട് ഓഫീസും പരിസരവും ക്ലീനാക്കേണ്ടത് ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ ജോലിയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥൻ കീഴ് ജീവനക്കാരനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്: മുതിർന്ന ഉദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനെ പേടിയാണ്, അല്ലെങ്കിൽ അവനെ നിലയ്ക്ക് നിർത്താനുള്ള ഭാവം പറഞ്ഞുകൂടാ. അതുമല്ലെങ്കിൽ ഇവരെല്ലാം ഒരച്ഛൻ്റെ മക്കളാണ്. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ്റെ യൂണിയനും ഗസറ്റഡ് ഓഫീസർമാരുടെ യൂണിയനും മന്ത്രിയുടെ കൊടിയുടെ നിറവും ഒന്നാണെങ്കിൽ ഇവർ തമ്മിൽ ആക്ഷൻ എടുക്കത്തില്ല. അങ്ങനെ ഒരച്ഛൻ്റെ മക്കളുടെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് നീതി കിട്ടുമോ? അപ്പോൾ അവൻ നോക്കുന്നത് വന്നവന് താഴ്വഴിയിൽ നമ്മളുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ എന്നാണ്. ബന്ധമുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാക്കാം, അല്ലെങ്കിൽ അവൻ്റെ കാര്യം അധോഗതി. എൻ്റെ സുഹൃത്തുക്കളായ ജീവനക്കാരോട് ഒന്ന് പറയുന്നു: പാർട്ടിക്കാരുടെ പുറകെ പോകാതെ സ്വതന്ത്ര യൂണിയനുകൾ ഉണ്ടാക്കി സ്വതന്ത്രമായി ചിന്തിക്കുക. അപ്പോൾ ആരുടെയും അടിമയാകല്ല. ഹായ് കൂട്ടുകാരെ, പാഠം 21 കാണാൻ മറക്കരുത്.